പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പെടുത്തുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ നേച്ചർ ഉണ്ടല്ലോ, ഇന്നും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയെത്രയോ രഹസ്യങ്ങൾ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുന്നുണ്ട്. ഇങ്ങനെയുള്ള വിചിത്രമായ ഈ നേച്ചറിലെ പ്രത്യേക പ്രതിഭാസത്തെപ്പറ്റി പറയുന്ന കഥയാണ് 2025 തമിഴ് ലാംഗ്വേജിൽ റിലീസായ ഹൗസ് മേറ്റ്സ് എന്ന സിനിമ. ഒരു സൈഫൈ ഫാന്റസി കോമഡി ഇമോഷണൽ ഹൊറർ ഡ്രാമയാണ് സിനിമ എന്ന് പറയാം. 2 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്രഷ് കൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഇതിനു മുമ്പും നമ്മൾ ഇതേ കൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. ചില ആന്തോളജി സീരീസുകളിൽ ചില എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഇതേ സെയിം സാധനം കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ ഒരു ക്രീപ്പി നേച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ക്രീപ്പി സറൗണ്ടിങ്സിലല്ലാതെ കുറച്ച് കോമഡി രീതിയിൽ ഫണ്ണായിട്ട് എന്നാൽ നമ്മളെ ടച്ച് ചെയ്യുന്ന ഇമോഷൻസ് ഒക്കെ ഉള്ള നമ്മുടെ ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കഥ പറച്ചിലാണ് ഈ സിനിമയ്ക്ക്. ഇവനാണ് നമ്മുടെ കഥാനായകൻ കാർത്തിക്. ആള് കുറേ നാളായിട്ടുള്ള അവൻ്റെ ഒരു ഡ്രീം സഫലീകരിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു പുതിയ വീട്, ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങി. ഇങ്ങനെയാണ് ബ്രോക്കർ. പുള്ളി അത്യാവശ്യം ഡിസ്കൗണ്ടിലൊക്കെ ഇവർക്ക് വീട് ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഏരിയയിൽ 45 ലക്ഷത്തിൽ കുറഞ്ഞിങ്ങനെ ഫ്ലാറ്റ് കിട്ടാറേ ഇല്ല. എന്നാൽ പുള്ളിക്കാരൻ 44,90,000 രൂപയ്ക്ക് ഇവർക്ക് വീട് ഒപ്പിച്ചു കൊടുത്തു. രജിസ്ട്രേഷൻ സമയത്ത് അവിടെ ഓഫീസിൽ കുറേ പേർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നുണ്ട്. കയ്യിലുള്ള പണമെല്ലാം എണ്ണിപ്പറക്കി ഫ്ലാറ്റ് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ ഇങ്ങനെ ചില്ലറയൊക്കെ ബാക്കി ഉണ്ടാവത്തുള്ളൂ. അതും ഇവിടുത്തെ ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞ പരമയച്ചികൾ. അവർ ചോദിച്ച പൈസയിൽ നിന്ന് 2 രൂപ കുറവുണ്ടെങ്കിൽ അവർ ഇരന്ന് വാങ്ങും. എന്ത് ഗതികെട്ട സമയമാണോ. നമ്മുടെ കാർത്തികിന്റെ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവന് ആ ചോദിച്ച 2 രൂപയ്ക്ക് പകരം 2 മിഠായി എടുത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഡോക്യുമെന്റ്സ് ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിലും ഇവിടുത്തെ ഓഫീസേഴ്സ് ഇല്ലാത്ത കാരണം പറഞ്ഞ് പണം വാങ്ങാൻ നോക്കും. ഇവരുടെയൊക്കെ റീസൺ കേൾക്കണേ. ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് ജെൽ പെൻ വെച്ചല്ല, ബോൾ പോയിന്റ് പെൻ യൂസ് ചെയ്താണ്. അതുകൊണ്ട് എക്സ്ട്രാ പണം വേണമെന്നെങ്കിൽ ചില്ലറ പൈസ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലൂടെ നമ്മുടെ കാർത്തിക് അവന്റെ ഫ്രണ്ടിന്റെ അരഞ്ഞാണം വരെ ഊരി കൊടുത്തിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇത്രയും മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഫൈനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീട് ഇവൻ എന്തിനു സ്വന്തമാക്കുന്നോ? ഇവന്റെ ലവറെ സ്വന്തമാക്കാൻ. അവളുടെ അപ്പന്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വീടില്ലാത്തവന് പെണ്ണിനെ കൊടുക്കാൻ പറ്റൂലെന്ന്. ആ വാശിക്ക് കഷ്ടപ്പെട്ട് ഫ്ലാറ്റും വാങ്ങി അങ്ങേറെ അടുത്ത് ചെന്നപ്പോൾ ഇത് കൊള്ളാവല്ലോടാ, വീടില്ലെന്ന് പറഞ്ഞ ഉടനെ നീ സെക്കൻഡ് ഹാൻഡ് ഫ്ലാറ്റ് വാങ്ങിയിട്ട് വന്നേക്കുന്നു. അപ്പൊ ഞാൻ ഫോറിനിലുള്ള പയ്യന്മാർക്ക് മാത്രമേ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ നീ വെളി പോയനോ? സർ, അനുവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചെറുപ്പം മുതലേ എനിക്ക് ആരുമില്ല. ഒറ്റയ്ക്കുള്ള എന്റെ ജീവിതത്തിൽ അനു വന്നതിന് ശേഷമാണ് സന്തോഷം എന്താണെന്ന് ഞാൻ അറിയുന്നത്. എന്നെ കയറിയാനും എനിക്ക് കയറിയാനും ഒരാളുണ്ടെന്നുള്ളൊരു ഫീല്. ലൈഫ് ലോങ് അവളുടെ കൂടെ ജീവിക്കണമെന്നാണ് സർ ആഗ്രഹം. ഞാൻ പറഞ്ഞ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരും. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും വെറുപ്പിച്ച് അവളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാം. എന്നാൽ അങ്ങനെയല്ല സർ എനിക്ക് വേണ്ടത്. നിങ്ങളുടെ സമ്മതത്തോടെ നിങ്ങൾ തന്നെ അവളെ എനിക്ക് തരണം. ലൈഫ് ലോങ് ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. കാർത്തിക് ഇത്ര സിൻസിയർ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടും ഈ ദേഹത്തിന് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാർത്തിക്കും കൂട്ടുകാരനും അനുവിന് ഇവന്റെ കൂടെ പോകാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആഹാ, നീയൊക്കെ അത്രയ്ക്കായോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. എന്റെ മോൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അനു മോളെങ്ങി വന്നേ, മോൾക്ക് ഇവന്റെ കൂടെ പോണോ? ദാണ്ടേ അനു കണ്ണീരൊൽപ്പിച്ച് കരഞ്ഞൊരു പരുവമായി ഇറങ്ങി വന്ന്, വേണ്ടപ്പാ, എനിക്ക് അപ്പം പറഞ്ഞ കേട്ട് ഈ വീട്ടിൽ നിന്നാ മതി. കാർത്തിക് 20 വർഷമാണോ 4 വർഷമാണോ വലുത്? ഐ എം റിയലി സോറിഡാ. പാവം നമ്മുടെ കാർത്തിക്കിന്റെ ഒരു അവസ്ഥയെ. പിന്നെ സ്വാഭാവികം, പുതുമയുള്ള സംഭവമൊന്നുമല്ല. എത്ര സാഹചര്യങ്ങളിൽ എത്ര ആളുകൾക്ക് തേഞ്ഞു കിട്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സക്സസിനേക്കാൾ കൂടുതൽ ഫെയിലിയർ ആണ്. അതുകൊണ്ട് കാർത്തിക് ഈ കേസിൽ ഒറ്റയ്ക്കല്ല. ഏതായാലും കുറെ നാളത്തെ പ്രണയം ഇങ്ങനെ ഒറ്റയടിക്ക് തേഞ്ഞൊട്ടി കിട്ടിയല്ലോ. ഇനിയിപ്പോ എന്താ, സ്ഥിരം കലാപരിപാടികളൊക്കെ തന്നെ. ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് വെള്ളം അടിച്ച് ആ വിഷമം അങ്ങ് മാറ്റ്. നൈറ്റ് ഫുൾ അങ്ങനെയൊക്കെ കുത്തിയിരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഥക തുറന്നു നോക്കിയപ്പോൾ ദേ ആരോ കൊണ്ട് കോലം വെച്ച പോലെ അനു ഇങ്ങനെ നിൽക്കുന്നു. ഹായ് മൈ ഡിയർ ബോയ് ഫ്രണ്ടു, വാ കല്യാണം കഴിക്കാം. എന്തടി ഇത്? ഇന്നലെ അപ്പന്റെ അടുത്തൊരു ഡയലോഗ്, എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ നമ്പാതിരാ കാർത്തി, ഒരു കാരണവശാലും ഇവളെ നമ്പരുത്. എടാ മാങ്ങാണ്ടി മിണ്ടാരി, ഞാൻ കാര്യം പറയട്ടെ. കാർത്തി, ഇന്നലെ ഞാൻ അപ്പനെ എതിർത്ത് സംസാരിക്കാൻ പോയാൽ പുള്ളി എന്തായാലും എന്നെ അടിക്കും. നിന്റെ മുന്നിൽ വെച്ച് എന്നെ അടിച്ചാൽ അപ്പനാണ് അമ്മയാണെന്നൊന്നും നീ നോക്കൂല. നീ അപ്പനെ അടിക്കും. സത്യം പറഞ്ഞ അപ്പനാ തടിയേ ഉള്ളടാ, ഒരിടിക്ക് താഴെ കിടക്കും. വെറുതെ എന്തിന് കലവില. അതുകൊണ്ടല്ലേ നല്ല കുട്ടിയായിട്ട് അപ്പന്റെ മുന്നിൽ അഭിനയിച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ നിന്നെ കല്യാണം കഴിക്കാൻ വന്നേ. ദേ, ഞാൻ എന്റെ വീട്ടുകാരെ മൊത്തം ഒഴിവാക്കിയാണ് നിന്റെ കൂടെ വരുന്നേ. എന്നെ നന്നായിട്ട് നോക്കൂലേ? കാർത്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു വിവാഹം ചെയ്യുന്നു. രണ്ടാളും കാർത്തി വാങ്ങിയ ഫ്ലാറ്റിൽ ജീവിതം തുടങ്ങി. എഫ് ബ്ലോക്കിലെ F1 ഫ്ലാറ്റ് ആണ്. എഫ് ബ്ലോക്കിലെ ബ്ലോക്ക് ഇൻചാർജ് ആയിട്ട് നമ്മുടെ കാർത്തി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാളും ഹാപ്പിയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു ഇടി വെട്ടി. കറക്റ്റ് ഇവരുടെ ഫ്ലാറ്റിലേക്ക് തന്നെ. സാധാരണ ഒരു ഇടി ആയിരുന്നില്ല അത്. അതിനെന്തൊക്കെയോ പവേഴ്സ് ഉണ്ട്, എന്തൊക്കെയോ മാറ്റം സംഭവിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഫ്ലാറ്റിനുള്ളിലുള്ള നമ്മുടെ കാർത്തിക്കിനും അനുവിനും വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും എന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എനർജി ഇവരുടെ ഫ്ലാറ്റിൽ വന്ന പോലെ ഒരു ഫീല്. എല്ലാ ദിവസത്തെയും പതിവ് പോലെ കാർത്തി ഓഫീസിൽ പോയി. അന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അനു ഇവരുടെ വീട്ടിലൊരു വ്യത്യാസം കാണുന്നത്. ഇത്രയും നാളെ ഇവരുടെ വീടിന്റെ ചുമരിൽ ഈ ഭാഗത്ത് ആരും കുത്തി വരച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ക്രയോൺസ് യൂസ് ചെയ്ത് എന്തൊക്കെയോ ഇവിടെ കുത്തി വരച്ചു വെച്ചിരിക്കുന്നു. അനു അങ്ങ് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ പോസിബിൾ ആകും? ഇവര് വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒരു റൈറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അനുവും കാർത്തിയും മാത്രമേ ഫ്ലാറ്റിലുള്ളല്ലോ. കൂടാതെ ഇവിടെ ക്രയോൺസ് ഒന്നും ഇല്ലതാനും. പിന്നെ ആരിത് വരച്ചതായിരിക്കും? കാർത്തി എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. കൊച്ചുപിള്ളേരുടെ സ്വഭാവം ഒന്നും കാണിക്കത്തില്ല. അനുവും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇവിടെ വന്നു? പുള്ളിക്കാരി ഉടനെ തന്നെ ഇക്കാര്യം കാർത്തിയെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അവൻ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇവർ ഈ വീട് വാങ്ങുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. പിള്ളേർ അന്ന്
അന്ന് വല്ലതും വരച്ചു വെച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല കാർത്തി ഈ സമയത്ത് ഓഫീസിൽ കുറേ വർക്സിലായിരുന്നു. ഇവർക്ക് വർക്ക് കൊടുത്ത കമ്പനിയിൽ നിന്ന് സയന്റിസ്റ്റുകളിൽ എന്ന് പറയപ്പെടുന്ന രണ്ടുപേര് വന്ന് ഇവന്റെ വർക്കൊന്നും കൊള്ളത്തില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എറേഴ്സ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയാൻ വന്നിരിക്കുന്ന ഇവന്മാർക്ക് ബേസിക്സ് പോലും അറിഞ്ഞുകൂടാ. പിന്നെ തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനല്ലേ, എന്നാൽ ഇന്ന് ഇവനെ ചൊറിഞ്ഞേക്കാവുന്നുള്ള മട്ടിൽ ഇങ്ങനെ ചൊറിയാൻ വർത്താനം കൊണ്ട് വരുന്ന ചില അവന്മാരുണ്ടല്ലോ, അങ്ങനെ രണ്ടെണ്ണം വലിയ ഡയലോഗൊക്കെ അടിച്ചു വന്നതാണ്. എന്നാൽ ഇത് കണ്ട നമ്മുടെ കാർത്തിയുടെ ഫ്രണ്ട് എഡ്ഡി ഇവരോട് രണ്ടുപേരോടും കുറച്ച് ബേസിക് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് പോലും ഇവന്മാർക്ക് രണ്ടുപേർക്കും പ്രോപ്പറായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, കൂടുതൽ ഡയലോഗൊന്നും വേണ്ട, കറക്റ്റ് സമയത്ത് കാർത്തി വർക്ക് ഫിനിഷ് ചെയ്തോളും, ഓവറായിട്ട് കയറി ഭരിക്കാനൊന്നും വേണ്ട, ചെയ്യേണ്ട ജോലികൾ ഞങ്ങൾ കൃത്യസമയത്ത് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇതേസമയം വീട്ടിൽ ഇവരുടെ ഫ്ലാറ്റിൽ പിന്നെയും കുറേ വിചിത്ര സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അനു കുളിച്ചുകൊണ്ടിരുന്ന സമയം തനിയെ TV ഓണായി, ചാനൽസ് ഒക്കെ തനിയെ ചേഞ്ചായി. ഇത് എന്ത് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ പുള്ളിക്കാരി വന്ന് ചാനൽ മാറ്റുന്നുണ്ട്, TV ഓഫ് ചെയ്യുന്നുണ്ട്. എന്നാൽ വീണ്ടും തനിയെ TV ഓണാവുന്നു. പേടിച്ച് അവൾ പ്ലഗിൽ നിന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തിട്ടു. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നേരത്തെ ഇവള് ഭിത്തിയിൽ ഇങ്ങനെ ക്രയോൺസ് യൂസ് ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നല്ലോ. ഇപ്പതേ നേരത്തെ ഇവള് കണ്ടതിനേക്കാൾ കൂടുതൽ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ആകെ മൊത്തത്തിൽ പേടിച്ച് അനു വീട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിൽ വന്നിരുന്നു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞു കാർത്തിക് വന്നപ്പോൾ അവനോട് വള്ളി തെറ്റാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പറയുന്നത് യുക്തിക്ക് നിൽക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ അവനത് വിശ്വസിക്കാൻ നല്ല പ്രയാസമാണ്. അനു, ഇത് നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നതായിക്കൂടെ? ഇത്രയും നാൾ ജീവിച്ചെടുത്തൊന്ന് പുതിയൊരു വീട്ടിലോട്ട് മാറി വന്നപ്പോൾ അങ്ങനെ തോന്നുന്നതായിക്കൂടെ? പ്ലീസ് ഇങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കരുതി വീട് മാറാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വീട് വാങ്ങിയെന്നറിയോ? എന്നെ പോലുള്ള മിഡിൽ ക്ലാസ് ബോയ്സിന് ഇത് വലിയൊരു സ്വപ്നമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇമോഷനൊക്കെ അടിച്ച് അനുവിനെ സമാധാനിപ്പിച്ച് അവളെ വിളിച്ച് വീട്ടിൽ പോയി. കട്ട് ചെയ്താൽ മറ്റേതോ വീട്ടിൽ ഒരു കൊച്ചു പയ്യൻ അവന്റെ റൂമിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നേരം അവിടെ ഓണായിരുന്ന ഫാൻ തനിയെ ഓഫായി കിടന്ന ലൈറ്റ് തനിയെ ഓൺ ആവുന്നു. പയ്യനങ്ങ് ഞെട്ടിപ്പോയി. അവനൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചുകുട്ടിയല്ലേ, ഇതേ തനിയെ അലമാരയൊക്കെ തുറന്നു വരുന്നു. ഇതെന്തും അറിവായെന്നുള്ള മട്ടിൽ പയ്യൻ നടന്ന അലമാരയുടെ അടുത്ത് ചെന്നപ്പോൾ അലമാര അടഞ്ഞു. കൂട്ടത്തിൽ പയ്യനും അലമാരയ്ക്ക് അകത്ത് പെട്ടുപോയി. ഇവിടെ അനുവിന്റെ വീട്ടിലും അവസ്ഥ സെയിം തന്നെ. അവൾ ഓൺ ചെയ്യാതെ പൈപ്പ് തനിയെ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു. ഒരുമാതിരി പ്രേതങ്ങൾ ഇവളെ പേടിപ്പിക്കുന്ന പോലെ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അവൾ ആകെ അങ്ങ് പേടിച്ചു. കാർത്തിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൻ പ്ലംബറിനെ വിളിച്ചു കാര്യം അറിയിച്ചു. അദ്ദേഹം വന്ന് പൈപ്പിന്റെ പഴയ നോബൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയതിട്ടു. അതേപോലെ ഫ്ലാറ്റിലെ സ്വിച്ച് ബോർഡിൽ റെഗുലേറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുവരെ യൂസ് ചെയ്തിരുന്നത് പഴയ റെഗുലേറ്റേഴ്സും മറ്റുമൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ നടന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറയാണ്. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഒരു കൊച്ചു പയ്യനെയാണ് കാണിക്കുന്നത്. ചെക്കൻ ഇപ്പോൾ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഹോസ്പിറ്റലിലാണ്. നോർമൽ അല്ലാത്ത രീതിയിൽ വീട്ടിൽ പലതും നടക്കുന്നത് കണ്ട് ചെക്കൻ ആകെ പേടിച്ച് പനി പിടിച്ചു. ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആവട്ടെ ചെക്കനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി, ഒരുപക്ഷെ പയ്യൻ പറയുന്ന പോലെ നിങ്ങളുടെ വീട്ടിൽ പ്രേതം ഉണ്ടെങ്കിലോ, അതുകൊണ്ട് മോനെ കുട്ടാ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇപ്പം മോൻ എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്രേതം ആരാണെന്ന് അതിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എഴുതി ചോദിക്കുക. മോൻ പറയുന്ന പോലെ അവിടെ പ്രേതം ഉണ്ടെങ്കിൽ എന്താണ് പ്രേതത്തിന് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മോൻ പ്രേതത്തോട് സംസാരിച്ചിട്ട് അത് മോനോട് തിരിച്ച് സംസാരിച്ചാൽ മോൻ പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ പ്രേതമൊന്നുമില്ലെന്ന് മോൻ സമ്മതിക്കണം. ഡീലാണോ? ഓക്കെ ഡീൽ എന്ന് പയ്യനും. ചെക്കന് പേടിച്ച് പനി പിടിച്ചതല്ലേ, ആദ്യം അവന്റെ പേടി വേണം മാറ്റാൻ. അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ സമാധാനിപ്പിച്ചു. ഇവിടെ നമ്മുടെ അനു ആവട്ടെ F ബ്ലോക്കിലെ സ്ത്രീകളൊക്കെ പച്ചക്കറി വാങ്ങാൻ ചെന്ന സമയത്ത് അവിടെ ചെന്ന് അവരോട് ഇന്ന പോലെ ഇവരുടെ ഫ്ലാറ്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, കുറച്ചധികം വിവരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു, എന്താ ഏതാ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇവർക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പച്ചക്കറി വിൽക്കാൻ വന്നവനാവട്ടെ F ബ്ലോക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന ഒരു ഫാമിലി, അച്ഛൻ അമ്മ കുട്ടി ഉൾപ്പെടുന്ന 3 പേരടങ്ങുന്ന ഒരു ഫാമിലി എവിടെയോ ടൂറിന് പോയപ്പോൾ അവർക്ക് എന്തോ ആക്സിഡന്റ് ഉണ്ടായി, അവർ കൊല്ലപ്പെട്ടു ഓർ മരണപ്പെട്ടു, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇയാൾ പറയുന്ന അനുസരിച്ച് പിന്നീട് ഈ F ബ്ലോക്കിൽ പല ഫ്ലാറ്റുകളിലും ആരോ മുട്ടുന്ന പോലെയും അത് ഇത് അങ്ങനെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതെല്ലാം കേട്ട് ഒരുമാതിരി പേടിച്ച് അനു തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് നോക്കുമ്പോൾ നേരത്തെ ഇവള് ഭിത്തിയിൽ പടം വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അവിടെ ഇപ്പോൾ 3 പേരടങ്ങുന്ന കുടുംബം എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലും കൂടെ വരച്ചു വെച്ചിരിക്കുന്നു. മതിയല്ലോ, പച്ചക്കറിക്കാരൻ പറഞ്ഞ കഥ സത്യമോ കള്ളമോ അത് വിശ്വസിക്കാൻ അനുവിന് ഇത്രയൊക്കെ കണ്ടാൽ മതി. ഒരുമാതിരി പേടിച്ച് കുറച്ച് വീണ്ടും കാർത്തിയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഡ്രോയർ ഒരുമാതിരി ഭയങ്കര അബ്നോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. ഷെൽഫിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തനിയെ തെറിച്ച് വീഴുന്നു, കസേറകൾ മറിഞ്ഞു വീഴുന്നു, ആരോ അനുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, ഇവളെ ഹോണ്ട് ചെയ്യുന്ന പോലെ. ഇതെല്ലാം കൂടെ കണ്ട് അനു ബോധം കെട്ടുവീണു. സംഭവം പറഞ്ഞ് കാർത്തി എത്രയും വേഗം ഫ്ലാറ്റിലെത്തി കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഓൾറെഡി പറഞ്ഞ സംഭവങ്ങളൊക്കെ അവൾ പിന്നെയും പറയാണ്, വീടിനെന്തോ കുഴപ്പമുണ്ട്, ഇവിടെ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാന്നൊക്കെ. ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിലും അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ, എല്ലാം ഒന്ന് സെറ്റായി ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്ത് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഭയങ്കര വലിയൊരു വിഷമം തോന്നും. അന്നേരം ഉണ്ടായ ഇമോഷൻസ് കാരണം കാർത്തി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവളെക്കാളും അവൻ ഇമ്പോർട്ടന്റ് ഈ വീടാണ് എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞത്. അവൾക്ക് ഒത്തിരി വിഷമമായി. പുള്ളിക്കാരി ഒരുമാതിരി അങ്ങ് ശോകം അടിച്ച് റൂമിൽ കയറി ഡോർ അടച്ചു. കാർത്തിക്കും ഒരുമാതിരി അങ്ങ് വിഷമമായി. ഏതാണ്ട് രാത്രി സമയമൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് തണുത്ത കാറ്റടിച്ച് കയറുന്നതുകൊണ്ട് കാർത്തിക് ജനാല അടച്ചു. ജനാല അടച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂ. പിന്നെയും ജനാല തുറന്നു കിടക്കുന്നു. അതുമാത്രമോ, ബാത്റൂമിൽ ആരോ ഫ്ലഷ് ചെയ്യുന്ന സൗണ്ട്. തനിയെ വാതിൽ തുറന്ന് ആരോ പുറത്തിറങ്ങുന്ന പോലെ. അവിടെ ആരെയും കാണാനില്ല, എന്നാൽ കാൽപ്പാടുകൾ കാണാം, ആരോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് പോലെ. കാർത്തിക്കും അങ്ങ് ഞെട്ടിപ്പോയെന്നേ. ഇപ്പോഴാണ് അനു പറഞ്ഞതിൻ്റെയൊക്കെ സീരിയസ്നെസ് ഇവന് മനസ്സിലാവുന്നത്. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഒരു ടിപ്പിക്കൽ വിശ്വാസി ഫാമിലി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇവർ പ്രേതത്തെ ഒഴിപ്പിക്കാൻ പൂജ നടത്തി. നല്ല ഒന്നാം ഉഡായിപ്പ് സ്വാമി. പ്രേതവും ഭൂതവും ഒന്നും ഇല്ലെന്ന് ഇവരെ പോലുള്ളവർക്കാണ് ഏറ്റവും ഉറപ്പ്. അതുകൊണ്ടാണല്ലോ ഇത് ബിസിനസ് ആക്കി ഇങ്ങനെ
കാശുണ്ടാക്കുന്നത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഈ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് കാശും വാങ്ങി പൊടിയും തട്ടി അങ്ങേര് പോയെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റായി. വാതിൽ തനിയെ തുറന്നു വരുന്നു, ലൈറ്റ് തനിയെ ഓൺ ആവുന്നു. എന്തടാ ഇവിടെ നടക്കുന്നതെന്നറിയാതെ രണ്ടാളും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിലെ ഒരു ചുമരില് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എഴുതി ചോദിച്ചിരിക്കുന്നത് കാണുന്നത്. ഇവർ രണ്ടാളും അല്ല ഇത് എഴുതിയത്. രണ്ടുപേർക്കും ആകെ അങ്ങ് പേടിയായി. ഒരുപക്ഷെ ശരിക്കും പ്രേതങ്ങളാണെങ്കിലോ, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിലോ നമുക്കൊന്ന് മറുപടി എഴുതി നോക്കാമെന്ന് തീരുമാനിച്ച് യെസ് എന്നെഴുതി. അതായത് ഈ വീട്ടിൽ ആളുണ്ട് എന്ന്. ദേ ഉടനടി അടുത്ത ചോദ്യം, അതും തനിയെ ഭിത്തിയിൽ തെളിഞ്ഞു വരുന്നു. എന്താണ് നിങ്ങളുടെ പേര് എന്ന്. ഇതെന്താനും ഇത്, പ്രേതം നമ്മുടെ പേരൊക്കെ ചോദിക്കുന്നു, ആധാർ നമ്പർ ചോദിക്കൂ. കാർത്തി, നീ ഒരു കാര്യം ചെയ്യ്, ധൈര്യമായിട്ട് നിന്റെ പേരെഴുത്. എന്താ ചെയ്യാൻ നോക്കാം. എന്റെ പേര് എഴുതാനോ? നിന്റെ പേര് എഴുതാം. ഓഹോ, ഇതുപോലൊരു പേടിത്തൊണ്ടൻ. നിന്നോട് പറഞ്ഞ് എന്നെ വേണം പറയാൻ. ആ പേന ഇങ്ങോട്ടതാ എന്നും പറഞ്ഞ് അനു പേന വാങ്ങിയിട്ട് അവിടെ കാർത്തിക് എന്ന് എഴുതി വെച്ചു. ഇനി ഇതിന്റെ മറുസൈഡ് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ഒരു കൊച്ചു പയ്യനെ കണ്ടില്ലായിരുന്നോ? വീട്ടിൽ പ്രേതാനുഭവം ഒക്കെ ഉണ്ടായി പനി പിടിച്ച് ഡോക്ടറെ കാണാനൊക്കെ പോയാ ദാറ്റ് പയ്യൻ മാഹിയാണ് ഇവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതായത് ഡോക്ടർ പറഞ്ഞ പോലെ മാഹി പ്രേതത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എഴുതി ചോദിച്ചു, ഭിത്തിയിൽ ഇങ്ങനെ എഴുതി ചോദിച്ചു, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, എന്താ നിങ്ങളുടെ പേര് എന്നൊക്കെ. അവൻ അവിടെ എഴുതുന്ന കാര്യം ഓൺ ടൈം നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും കാണാൻ പറ്റി. ആൻഡ് ഇവർ കൊടുക്കുന്ന റിപ്ലൈ ഓൺ ടൈം അവനും കാണാൻ പറ്റി. മാഹി ഓടിച്ചെന്ന് അവന്റെ അച്ഛനോടും അമ്മയോടും, അച്ഛാ അമ്മേ, നിങ്ങൾ ഡീലിൽ തോറ്റു, ഞാൻ ജയിച്ചു, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചേ. അവർ വന്ന് നോക്കുമ്പോൾ ഭിത്തിയിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. പയ്യനോട് ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്, എന്തിനാണ് ആ ഭിത്തിയിൽ ഇങ്ങനെ കുത്തിവരച്ചേ. അധികം താമസിച്ചില്ല, ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഭിത്തിയിൽ തനിയെ ഇങ്ങനെ ഓരോന്ന് തെളിഞ്ഞു വരുന്നു. അതോടെ മാഹി പറയുന്നത് സത്യമാണ്, വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, പ്രേതമുണ്ടെന്ന് ഇവരും വിശ്വസിച്ചു. നമ്മുടെ കാർത്തി അവരുടെ വീട്ടിലെ ബോർഡിൽ ഹലോ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഇപ്പുറത്തൊന്നും മാഹിയുടെ അച്ഛൻ രമേശ് ഹലോ എൻ്റെ പേര് രമേശ്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് തിരിച്ചെഴുതി. ഇത് കണ്ടതും അനുവിന്റെ പേടിയൊക്കെ അങ്ങ് മാറി. ദേ നോക്ക്, പ്രേതം എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. നമുക്കൊരു 2 പവന്റെ ഗോൾഡ് ചെയിൻ ചോദിച്ചാലോ? ഡിഡി ബോധമില്ലാത്തോളെ, ഇത് അലാവുദ്ദീന്റെ അത്ഭുതവിളക്കിൽ നിന്ന് വന്ന ഭൂതമൊന്നുമല്ല, കൊല്ലുപടി, അത് കൊല്ലും. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. രമേശ് സാർ, ഞങ്ങൾക്കൊന്നും വേണ്ട സാർ, നിങ്ങൾ ഈ വീട് വിട്ടുന്ന് പോയാൽ മതി. അപ്പുറത്ത് ഇത് വായിക്കുന്ന രമേശ് ആവട്ടെ, ദേ നോക്കടി, പ്രേതം എന്നെ സാറെന്നൊക്കെ വിളിക്കുന്നു. നീയൊക്കെ നേരാമണ്ണ എന്റെ പേര് പോലും വിളിക്കത്തില്ലല്ലോ, എന്തൊരു മര്യാദയുള്ള പ്രേതം. വീട്ടിൽ നിന്ന് പൊക്കോണമെന്ന് പറഞ്ഞത് രമേശിനും കുടുംബത്തിനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അവരെന്തിനു പുറത്തു പോകണം? പിന്നെ ഒരു മര്യാദയുടെ പേരിൽ പ്രേതങ്ങൾ ഇപ്പം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു പക്ഷേ അവർ ജീവിച്ചിരുന്നപ്പോൾ നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കാരണമായിരിക്കാം എന്ന് കരുതി. പ്രിയപ്പെട്ട സാർ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളത് സാധിച്ചു തരാം, പ്ലീസ്. അത് കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോയി തരണേ. ഇതിവിടെ നമ്മുടെ ഹീറോയിനും വായിക്കുമ്പോൾ അയ്യോ മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ, അതിനർത്ഥം നമ്മളെ അവർ കൊല്ലാൻ പോവാണെന്നല്ലേ. പേടിച്ച് കുറച്ച് നമ്മുടെ കാർത്തി വീണ്ടും, പ്രിയപ്പെട്ട പ്രേതം സാർ, ഞങ്ങളെ കൊല്ലരുത് സാർ. ഇവളുടെ അപ്പൻ്റെ അടുത്ത് പോയി വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് ആ മണ്ടി അതും വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങളും കൂടി ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ സാർ, പ്ലീസ് കരുണ കാണിക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ എഴുതി വെച്ചു. അപ്പുറത്ത് ഇത് വായിക്കുന്ന രമേശിന്റെ ഫാമിലി, എന്തോന്ന് പ്രേതം സാറാ, അവർ നമ്മളെ പ്രേതമായിട്ടാണോ കരുതുന്നേ? ഓ, ഈ ബുദ്ധിയില്ലാത്ത പ്രേതങ്ങളെ കൊണ്ട്. അതേ പ്രേതം സാർ, ഞങ്ങളല്ല പ്രേതം, നിങ്ങളാണ് പ്രേതം. ജീവനോടെയുള്ള ഞങ്ങൾ എങ്ങനെ സാർ പ്രേതമാവും? നിങ്ങൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ നിങ്ങളല്ലേ പ്രേതം. ഇതെന്താ ഇങ്ങനെയൊക്കെ? എന്തോന്ന് ഞങ്ങൾ മരിച്ചെന്നാ? ഞങ്ങൾ മരിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളിപ്പോഴും ജീവനോടെ ഉണ്ട്. ഇതെല്ലാം കണ്ട് രമേശിന്റെ കിളി പോയി. പയ്യൻ മാഹി ഓടിച്ചെന്ന് അവിടെ ഫാൻ ഓൺ ചെയ്തു. സെയിം ടൈം ദേ നമ്മുടെ അനുവിന്റെയും കാർത്തിക്കിന്റെയും വീട്ടിലും ഫാൻ ഓണായി. ഇങ്ങനെ തനിയെ ഫാൻ ഓണായി എന്നുള്ള കാര്യവും ഇവർ ബോൾഡ് എഴുതിയപ്പോൾ, എന്ത് ഞങ്ങളുടെ വീട്ടിൽ ഫാൻ ഓൺ ചെയ്തപ്പോൾ നിങ്ങളുടെ അവിടെ ഓൺ ആയിരുന്നോ? ഈ മാറ്ററിൽ ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി കാർത്തിക്കിന്റെയും അനുവിന്റെയും വീട്ടിൽ ഇവർ ലൈറ്റ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യും. സെയിം ടൈം അവിടെ രമേശിന്റെ വീട്ടിലും ഇത് തന്നെ സംഭവിക്കുന്നു. കാര്യം പിടികിട്ടിയല്ലോ. ഈ 2 വീടുകൾ തമ്മിൽ എങ്ങനെയൊക്കെയോ കണക്റ്റഡ് ആയിരിക്കുന്നു. 2 വീട്ടിലും ചില കാര്യങ്ങൾ കോമൺ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഭിത്തിയിൽ ഇങ്ങനെ എഴുതുന്നതാണെങ്കിലും പടം വരയ്ക്കുന്നതാണെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഓൺ ഓഫ് ചെയ്യുന്നതൊക്കെ ആണെങ്കിലും TV, ലൈറ്റ്സ്, ഫാൻ, അതേപോലെ പൈപ്പ് തുറക്കുന്നത്, വെള്ളം വരുന്നത്, എന്തിന് ടോയ്ലറ്റിലെ ഫ്ലഷ് പോലും, ഈവൻ 2 വീട്ടിലെ ഫേർണിച്ചേഴ്സ് പോലും കണക്റ്റഡ് ആയിരിക്കുന്നു. ഒരു വീട്ടിലെ മേശ തുറന്നാൽ മറ്റേ വീട്ടിലും ഓട്ടോമാറ്റിക്കലി മേശ തുറക്കപ്പെടും. സംഭവം പ്രേതമൊന്നുമല്ല, സംഭവം ഇവരുടെ 2 ആളുടെയും വീടുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കണ്ടുപിടിക്കണമല്ലോ. 2 ആളും ഇവരുടെ അഡ്രസ്സ് ഏതാണെന്നൊക്കെ ഷെയർ ചെയ്ത് വരുമ്പോൾ 2 പേരും ഒരേ ബ്ലോക്കിൽ ഒരേ ഫ്ലാറ്റിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഹീറോയിനും ജീവിക്കുന്ന അതേ F1 ബ്ലോക്കിൽ തന്നെയാണ് രമേശും കുടുംബവും ജീവിക്കുന്നത്. ഇതിപ്പം ഇതെങ്ങനെ ശരിയാവും? 2 പേരും ഒരേ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 പേർക്കും പരസ്പരം കാണാൻ പറ്റണ്ടേ? ഇനി വല്ല പാരലൽ റിയാലിറ്റീസ്, മറ്റൊരു റിയാലിറ്റിയിലാണ് രമേശും കുടുംബവും ജീവിക്കുന്നതെങ്കിലോ? കൺഫ്യൂസ് ആയതും 2 കൂട്ടരും മൊബൈൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് മൊബൈൽസ് ത്രൂ 2 ആൾക്കും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരാളുടെ നമ്പർ അവൈലബിളേ അല്ല, ഒരു നമ്പർ നിലവിലേ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തായാലും നടന്നില്ല. 2 കൂട്ടരും പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്കും എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ സാധിക്കണമല്ലോ. ഫ്ലാറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പുറത്ത് പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാവുന്നതായി. 2 ഫാമിലീസും പുറത്ത് പാർക്കിൽ ഇറങ്ങിച്ചിരുന്നുണ്ടെങ്കിലും അവിടെയും ഇവർക്ക് പരസ്പരം കാണാൻ സാധിച്ചില്ല. ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, 2 കുടുംബങ്ങളും 2 റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. രമേശിന്റെ ഒക്കെ അവിടെ മഴ പെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഹീറോയിനും ഉള്ളിടത്ത് മഴ പെയ്യുന്നില്ല. വീണ്ടും തിരികെ റൂമിൽ ചെന്ന് ഇക്കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുമ്പോഴാണ് ഇവർ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ള ഡിസ്കഷൻ
ഡിസ്കഷൻ ഉണ്ടാവുന്നത്. കാർത്തിയും അനുവും ജീവിക്കുന്നത് 2022-ലാണെങ്കിൽ രമേശും കുടുംബവും ജീവിക്കുന്നത് 2012-ലാണ്. മീൻസ് റിയാലിറ്റി അല്ല വ്യത്യാസം, ഇവരുടെ ടൈം ലൈൻ തമ്മിൽ 10 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. കാർത്തിയുടെയും അനുവിന്റെയും പെർസ്പെക്റ്റീവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ പാസ്റ്റും പ്രസന്റും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമ്മുടെ കാർത്തി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ഏറെ പ്രയാസമുണ്ട്, എന്നാൽ സംഭവം നമ്മുടെ വീടുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യന്റെ മോനെ നീ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുന്നു കരുതിയോ, നീയൊക്കെ പ്രേതങ്ങൾ തന്നെയാടാ, നിന്നെയൊക്കെ ഓടിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ രമേഷ് ജി അങ്ങ് 2012-ൽ പൂജ തുടങ്ങി. ഏതൊക്കെയോ ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്, കാളി നീലി സൂലി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. 2022-ലെ പ്രേതങ്ങളല്ലേ, ദൈവങ്ങളെ മാത്രം കാണിച്ച പ്രേതങ്ങൾ പോയെന്ന് വരത്തില്ല. അതുകൊണ്ട് കൊച്ചുകാർക്കൻ അണ്ടർടേക്കറിന്റെ വരെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അണ്ടർടേക്കറിനെ കൊന്നു കുഴിച്ചിട്ടിട്ട് പിന്നെ പുള്ളിക്കാരൻ കല്ലറയൊക്കെ ഇടിച്ചു പൊളിച്ച് എഴുന്നേറ്റ് വന്നതാണെന്നാണല്ലോ പറയപ്പെടുന്നത്. പവർ കാണും. ഒരു ദൈവങ്ങളെയും വെറുതെ വിടുന്നില്ല. പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് വാദിക്കുന്ന പല പ്രമുഖ മതങ്ങളുടെ പ്രമുഖ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ ഈ കോമാളിത്തരങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ നമ്മുടെ കാർത്തി ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി 2012-ലെ ആ ഒരു ടൈം ലൈൻ അനുസരിച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് രമേഷിനൊന്നും ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, രമേഷിന്റെ ഒക്കെ ടൈം ലൈൻ അനുസരിച്ച് അവരുടെ അടുത്ത ദിവസം നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ നോക്കി കണ്ടുപിടിച്ച് നമ്മുടെ കാർത്തിക് അവർക്ക് പറഞ്ഞു കൊടുത്തു. CM-നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും, മൗണ്ട് റോഡിൽ ഒരു ബസ് കുഴിയിലേക്ക് വീഴും, അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ മാച്ചിൽ ധോണി ലാസ്റ്റ് ബോൾ 6 അടിച്ച് ഇന്ത്യ വിജയിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. രമേഷും കുടുംബവും ഇവൻ പറഞ്ഞു കൊടുത്തതൊക്കെ സത്യമാണോ എന്നറിയാൻ വെയിറ്റ് ചെയ്തു. അടുത്ത ദിവസത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ പറഞ്ഞ പോലെ വല്ലതും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചു വന്നപ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചു. അങ്ങനെ ഫൈനലി പൂജയും പരിപാടിയൊക്കെ കളഞ്ഞു. ഇവൻ 2022-ൽ ജീവിക്കുന്നവനാണ്, അവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് രമേശും കുടുംബവും മനസ്സിലാക്കി. അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെയായി. സംഭവം 2012-ഉം 2022 തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. എന്നാൽ വലിയൊരു ചോദ്യം ബാക്കിയുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ? രമേഷിന്റെ സുഹൃത്ത് എഡിയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ 3D വേൾഡിലാണല്ലോ ജീവിക്കുന്നത്, ആക്ച്വലി 4D വേൾഡിൽ ജീവിക്കുന്ന 3D ബീങ്സ് ആണല്ലോ നമ്മൾ. XYZ എന്ന 3 ആക്സിസുകൾ. ഈ 3 ഡിമെൻഷനും കഴിഞ്ഞ് 4ാമതൊരു ഡിമെൻഷൻ ഉണ്ട്. ആ 4ാമത്തെ ഡിമെൻഷൻ ഇവരുമായിട്ട് ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നു. അതിനെയാണ് ടെസറാക്ട് എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ പഠിപ്പും വിവരമുള്ള ഒരു കുട്ടി രമേഷിന്റെ കുടുംബത്തിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് നമ്പർ ഇട്ട് എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. ഇല്ലെങ്കിൽ ആദ്യം ഒരു വിചാരിച്ചതിന്റെ കൂട്ട് ഭൂതം പ്രേതം ദൈവം എന്നൊക്കെ വിചാരിക്കും. എവിടെങ്കിലും ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഭൂതത്തെയും പ്രേതത്തെയും ഒക്കെ അവിടെ പിടിച്ചിരുത്തുന്ന ശീലം ഉണ്ടല്ലോ മനുഷ്യന്. 2012-ഉം 2022-ഉം തമ്മിലുള്ള ഈ ഒരു 10 വർഷ ഗ്യാപ്പ് ഇല്ലാതായി ഈ രണ്ട് ഫാമിലീസും ഒരിടത്ത് വരുന്ന പോലെ ഇവർക്കിടയിൽ ഒരു വോം ഹോൾ ക്രിയേറ്റ് ആയി ഒരേ സ്പേസ് ഇവർ ഷെയർ ചെയ്യുവാണ്, ഒരേ ഫ്ലാറ്റ് ഇവർ ഷെയർ ചെയ്യുവാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ലെങ്കിലും ഇരു കുടുംബങ്ങളും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളിലൂടെയൊക്കെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, കണക്റ്റഡ് ആയിരിക്കും. എക്സാമ്പിൾ ഇവരുടെ വീട് തന്നെ, വീടിന്റെ ഭിത്തികളിലൂടെയൊക്കെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. രമേഷിന്റെ വീട്ടിലുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ഇപ്പോഴും 2022-ലും എന്തൊക്കെ സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ അതിലൂടെയൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, ഈവൻ ഫർണിച്ചേഴ്സിലൂടെ പോലും. ഇതെങ്ങനെ ക്രിയേറ്റ് ആയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തായാലും മനുഷ്യനെ കൊണ്ടൊരു ടെസ്റാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം എനർജി ഒന്നും നമ്മളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഇടിമിന്നൽ വല്ലതും അടിച്ച് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആയിരിക്കാമെന്നുള്ളതാണ്. പ്രകൃതി തന്നെ ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ചു. ഇതിന് എത്ര നാൾ ഇങ്ങനെ തുടരും, ഇതൊക്കെ എപ്പോൾ പഴയ പോലെ ആകും, ഈ ഒരു പ്രതിഭാസം എപ്പോൾ മാറും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെല്ലാം നേച്ചറിന്റെ കയ്യിലാണ്. ഇവർക്കിടയിലെ വോം ഹോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കട്ടായെങ്കിൽ മാത്രമേ ഈ ഒരു കണക്ഷനും ഇല്ലാതാവൂ. എന്തായാലും ഈ ഒരു വോം ഹോൾ കട്ടാവുന്നത് വരെ രണ്ട് കുടുംബങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ വീട്ടിൽ ജീവിക്കാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു വീട്ടിൽ ബൾബ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പുറത്ത് അവർ സ്വിച്ച് ഓൺ ചെയ്താൽ കുഴപ്പമല്ലേ, വലിയ അപകടങ്ങൾ തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കോമൺ ആയിട്ട് ഇവരെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് വേണം മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയുണ്ടാവും? സ്വന്തം വീട്ടിലുള്ളവരെ പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് കാണാത്ത ഹൗസ് മേറ്റ്സിനെ മാനേജ് ചെയ്യേണ്ട അവസ്ഥ. കുറേയധികം അവസ്ഥകളും ബുദ്ധിമുട്ടുകളും രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് നടക്കുന്നില്ല. കാർത്തിയും അനുവും രാത്രിയിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങോട്ട് ആയി വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ഇതേ ബെഡിൽ കിടന്ന് മൂത്രമൊഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് അവസ്ഥ. ആകെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ താളം തെറ്റുന്നു. നേരമണ്ണം ഉറങ്ങാൻ പോലും പറ്റാതായതോടെ കാർത്തിയുടെ ജോലിയിലും ഇതൊക്കെ പ്രശ്നമാവുന്നുണ്ട്. അവൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ ഓഫീസിൽ കിടന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് അവിടെ മൊത്തം തീ പിടിച്ച് ആകെ കുളമായി. പോകെ രണ്ട് കുടുംബങ്ങളും ഇതിനോട് അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു തുടങ്ങി. എന്നാലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. സ്റ്റിൽ രണ്ട് സൈഡിൽ നിന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചു വരുന്നു. ഒരിക്കൽ രമേശ് പുള്ളിക്കാരന്റെ വീട്ടിൽ പവർ ഓഫ് ചെയ്ത് വയറിംഗ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനു കയറി വന്ന് പവർ ഓൺ ചെയ്തു. മെയിൻ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പുറത്ത് പുള്ളിക്കാരി രമേശ് എഴുതി വെച്ചിരുന്നത് കാണുന്നത്. 11:30 മണി വരെ അത് ഓൺ ചെയ്യരുതെന്ന് അങ്ങേര് എഴുതി വെച്ചിരുന്നു. ഉടനെ അനു അത് ഓഫ് ചെയ്തു. ഭാഗ്യത്തിന് രമേഷിനൊന്നും പറ്റിയില്ല. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ കയറി വന്ന നമ്മുടെ കാർത്തികയെ വീണ്ടും പവർ ഓൺ ചെയ്തു. രമേശ് കറണ്ട് അടിച്ച് താഴെ വീണു. രണ്ട് വീടുകളിലും അല്ലെങ്കിൽ രണ്ട് ടൈം ലൈനിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. രമേശ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ചെന്ന് കാര്യമൊക്കെ തിരക്കുമ്പോൾ ഇല്ല, തന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കാതെ പറ്റിയതാണെന്നാണ് രമേശ് പറയുന്നത്. കാര്യം ഇത് അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ചെന്ന് അവരോട് കലിപ്പിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിയാവും, വിഷയമാവും. ഇതൊരു പ്രത്യേക പ്രതിഭാസമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ പറ്റിയ ഒരു മാറ്റർ അല്ല ഇത്. എന്നാൽ ഇവിടെ രമേശ് ഇക്കാര്യങ്ങളൊന്നും പുള്ളിക്കാരെ അറിയിക്കേണ്ടെന്ന് കരുതി ഒളിപ്പിച്ചു വെച്ചെങ്കിലും
മാഹിയിലൂടെ ഉള്ള സത്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി. പുള്ളിക്കാരി ആകെ കലിപ്പിച്ച് വിഷയമായി ഇത്തിരിയേറെ ഓവറായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്ന കാർത്തിക്കും അനുവിനും ഒരുപാട് വിഷമമായി. തങ്ങൾ കാരണം ആ ഒരു ഫാമിലിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ ആ ഒരു കൊച്ചു പയ്യൻ പോലും ഉണ്ടല്ലോ, ഇനിയും ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായി പയ്യൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഇവർ കാരണം വീണ്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഈ വീട് വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും മാറിപ്പോവാന്നാണ് അനു പറയുന്നത്. കാർത്തിക്കിന് അങ്ങനെ ഇവിടുന്ന് മാറിപ്പോവാൻ മനസ്സൊന്നുമില്ല. എന്നാലും ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവർ കാരണം അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയിൽ എത്ര കാലം ജീവിക്കാനാണ്. ശരി, അവൾ പറയുന്ന പോലെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയാലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ കൊച്ചു പയ്യൻ മാഹി ഇവരോട് ഇവന്റെ അച്ഛൻ രമേശ് ഇക്കാര്യങ്ങളൊന്നും അമ്മയോട് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു, ഇവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി പറഞ്ഞില്ല. എന്നാൽ അമ്മ കണ്ടുപിടിച്ചു, പിന്നെ അമ്മ പറഞ്ഞു ഒന്നും മൈൻഡ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ കുറച്ച് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു. ഇവരോട് രണ്ടുപേരോടും ആ ഒരു വോളിനോട് ചേർന്ന് വരാൻ പറഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിൽ നിന്ന് ആ വോളിൽ കിസ് ചെയ്യും. 2 ടൈം ലൈനിലാണ്, നേരിട്ട് കാണാൻ പറ്റത്തില്ല. എങ്കിലും ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവുന്നു. ഇവരെല്ലാം ഈ വീട്ടിൽ തന്നെ തുടരണം, ഇവിടുന്ന് പോകരുത്, ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാന്നൊക്കെ കൊച്ചു പയ്യൻ മാഹി പറയുമ്പോൾ ഇവിടെ തന്നെ തുടരാമെന്ന് ഇവർക്കും വലിയ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും റിസ്ക് കൂടുതലാണ്. സോ എത്രയും വേഗം വീട് മറ്റാർക്കെങ്കിലും വിൽക്കാം, ഇങ്ങനെ തന്നെ തുടർന്നു പോയാൽ ശരിയാവത്തില്ലെന്ന് പറയുവാണ് അനു. തുടർന്ന് അങ്ങോട്ട് കുറച്ചധിക ദിവസത്തെ തെരച്ചിലിനൊടുവിൽ വീട് വാങ്ങാൻ തയ്യാറായ ഒരു ബയ്യറെ ഇവർ കണ്ടെത്തി. അദ്ദേഹം സൺഡേ വീട് കാണാൻ വരും. ഏതാണ്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ആ സമയം രമേശിന്റെ ഫാമിലി ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരുന്നു എന്ന് ഇവരെ അറിയിച്ചിരുന്നു. പറഞ്ഞ പോലെ രമേശിന്റെ ഫാമിലി പുറത്തുപോയി. എന്നാൽ 4 മണിക്ക് വരാമെന്ന് പറഞ്ഞ ബയ്യർ ഏതാണ്ട് 5 മണിയായപ്പോഴാണ് വരുന്നത്. അങ്ങേര് വീടൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടെ രമേശിന്റെ ഫാമിലി വീട്ടിൽ തിരിച്ചെത്തി. അന്നായിരുന്നു അവരുടെ മകൻ മാഹിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവിടെ അവർ ആ വീട്ടിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബയ്യർക്ക് ഡൗട്ട് അടിച്ചു. പുള്ളി അങ്ങ് പേടിച്ചു. പ്രേതബാധയുള്ള വീട് തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളി ജീവനും കൊണ്ടോടി. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബയ്യറേയും കണ്ടുപിടിച്ച് ഇത്രയും വരെ ആയപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ. ദേഷ്യം വന്ന കാർത്തിക് അവിടെ ഇരുന്ന് ഒരു കസേറ തട്ടിക്കളയുന്നുണ്ട്. 2012 ഈ കസേറയിലായിരുന്നു നമ്മുടെ മാഹിയുടെ ബർത്ത്ഡേ കേക്ക് വെച്ചിരുന്നത്. അങ്ങനെ അവിടെയും കുളമായി. വീണ്ടും കാർത്തികൊക്കെ കുറെ അന്വേഷിച്ച് ഫ്ളാറ്റ് വാങ്ങാൻ തയ്യാറായ പുതിയൊരു ബയ്യറെ കണ്ടുപിടിച്ചു. ആൾ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഇവിടുത്തെ ഫ്ളാറ്റുകളൊക്കെ ആൾക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഫ്ളാറ്റിൽ വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എത്രയും വേഗം ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി എഗ്രിമെന്റ് എഴുതാമെന്നായി. അതിനുവേണ്ടി കാർത്തികും അവന്റെ ഫ്രണ്ടും വീടിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിങ്ങനെ നോക്കി. ഇന്നേരം മനു കാർത്തികിനെ വിളിച്ചതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം കട്ടിൽ വെച്ചിട്ട് അപ്പുറത്തോട്ട് മാറിയതാണ്. ഇതേ സമയം 2012 രമേശ് ആവട്ടെ ഇതേ കട്ടിൽ വെച്ച് തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ തേപ്പ് പൊട്ടി കട്ടിൽ ഇങ്ങനെ വെച്ചതാണ്. എന്നാൽ നമ്മുടെ കാർത്തികിന്റെ ഫ്രണ്ട് ഇവിടെ കട്ടിൽ മൂവ് ചെയ്ത സമയത്ത് ആ തേപ്പ് പൊട്ടി ചരിഞ്ഞ് വീണു. നല്ല ചൂടുണ്ടായിരുന്നു. പുതപ്പിലോട്ടാണ് വീണത്. അങ്ങനെ പുതപ്പിന് തീ പിടിച്ചു. ഇവിടുത്തെ കാർത്തികിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കത്തി നശിച്ചു. അതോടെ വീട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സാഹചര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര മോശമായി പോയിക്കൊണ്ടിരിക്കുന്നതോടെ നമ്മുടെ അനു അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോവാണ്. കാർത്തികിനോടും അവളുടെ കൂടെ അവളുടെ വീട്ടിൽ ചെല്ല്, അച്ഛനോടൊന്ന് സോറി പറഞ്ഞാൽ മതി, എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ കേൾക്കുന്നില്ല. അവസാനം നീ നിന്റെ ബുദ്ധി കാണിച്ചെല്ലടി. എനിക്ക് ജോലിയില്ല, ഇപ്പൊ സ്വന്തമായിട്ട് വീടും ഇല്ലല്ലോ, നിനക്ക് തോന്നിയിടത്തോട്ട് അങ്ങ് പോവല്ലേ, കൊടുത്തു ചെപ്പക്കുറ്റി നോക്കി ഓർണം. അങ്ങനെ ഒന്നും ഇല്ലാതാകുമ്പോൾ വിട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ അവൾക്ക് ഇവനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, ഇവനെ കല്യാണം കഴിക്കാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇവനെ ഇത്രയേറെ മനസ്സിലാക്കി ഇവന്റെ കൂടെ നിന്ന് അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കത് സഹിക്കാനായില്ല. അവൾ വിഷമിച്ച് മാറിപ്പോയി. കാർത്തിക് ഒറ്റപ്പെട്ടു. ഭയങ്കര ഇമോഷണലായി രമേശിനോടും കുടുംബത്തോടും ഇക്കാര്യം പറഞ്ഞ് നമ്മുടെ കാർത്തിക്കും ആ വീട്ടിൽ നിന്ന് മാറിപ്പോവാണ്. പലപ്പോഴും അനുവിനേക്കാളും ഇമ്പോർട്ടൻസ് ഈ വീടിന് കൊടുത്ത് പ്രയോറിറ്റി വീടാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ തന്നെയായിരുന്നു ഇമ്പോർട്ടന്റ്. അവളില്ലാതെ ഒരിക്കലും ഇവന്റെ ലൈഫ് കംപ്ലീറ്റ് ആവില്ല. ആകെ വിഷമിച്ച് ശോകമടിച്ച് വെള്ളമടിച്ച് ഇവന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് തനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ആ വീട്ടിൽ ഇതിനു മുമ്പ് ആളുകൾ താമസിച്ചിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട് താൻ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മുടെ ഹീറോ ചോദിച്ചപ്പോഴാണ് ഇവന്റെ സുഹൃത്ത് എഡ്ഡി അത് ശരിയാണല്ലോ, നമ്മൾ ഈ ഒരു പോയിന്റ് ചിന്തിച്ചില്ലല്ലോ. കാർത്തിക്, എനിക്ക് തോന്നുന്നത് ആ ഫാമിലിക്ക് നിന്നിലൂടെ എന്തോ നടത്തിയെടുക്കാനുള്ള പോലെ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. നേച്ചർ എന്തുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. 2012 അവരെ കണ്ടുപിടിക്കാനല്ല പറയുന്നത്, 2022 ഇവിടെ രമേശിന്റെ കുടുംബം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. മേ ബി നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് സോൾവ് ചെയ്യാനും പറ്റിയിരിക്കും. തുടർന്ന് നമ്മുടെ ഹീറോ കാർത്തിക് രമേശിന്റെ കുടുംബത്തെ തേടിയിറങ്ങി. 2012 ഈ ഫ്ളാറ്റിൽ ജീവിച്ചിരുന്ന രമേശിന്റെ ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം കളക്ട് ചെയ്ത് അദ്ദേഹത്തെ പറ്റി അറിയാൻ സാധ്യതയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു തിരക്കുവാണ്. ഒരുപാട് ഇടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് രമേശിനെ കുറച്ചുനാൾ പരിചയമുണ്ടായിരുന്നു, പക്ഷെ ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് പുള്ളിക്കാരനെ കാണാതായി. അയാളും അയാളുടെ കുടുംബവും പിന്നെ എവിടെയാണെന്ന് ഒരു അറിവുമില്ലെന്നാണ്. പലരോട് അന്വേഷിച്ചപ്പോഴും ഇത് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന ഉത്തരം. പുള്ളിക്കാരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി പോയെന്ന് എവിടെയെന്ന് അറിയില്ലെന്ന്. ഒരു സോഴ്സും ഇല്ലാതെ എങ്ങോട്ടെന്ന് ഡിസപ്പിയർ ആയി പോകാൻ ഇവർ വിചാരിച്ച പോലെ പുള്ളി പ്രേതമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ ആണോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത വല്ല ട്വിസ്റ്റും ഉണ്ടോ എന്തോ. രമേശിന് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയ അങ്ങനെയൊന്നും ഒരു സാധ്യതയില്ലെന്ന്. കാരണം പുള്ളിക്കാരൻ ലവ് മാരേജ് ആയിരുന്നേ. ബന്ധുക്കളെ മൊത്തം പിണക്കി ഒളിച്ചോടിയതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് അന്വേഷിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. വെയിറ്റ് എ മിനിറ്റ്, ഇനി ബന്ധുക്കൾ വല്ലതും പഴയ പക വെച്ച് വന്ന് കൊന്നിട്ടുണ്ടാവൂ? അല്ല, പുള്ളിക്കാരൻ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പുള്ളിക്കൊരു മകനൊക്കെ ആയെങ്കിലും മേ ബി പഴയ പക വല്ലോ. അങ്ങനെയും ചിന്തിക്കാലോ. അങ്ങനെ ആയി കൂടായികയില്ലായ്മയില്ലല്ലോ. അങ്ങ് 2012 നമ്മുടെ രമേശിനും ഒരുമാതിരി അങ്ങ് റിഗ്രറ്റ് അടിച്ചു. ഇതൊന്നും ഇവരുടെ ആരുടെയും മിസ്റ്റേക്ക് കാരണം സംഭവിച്ചതല്ലെങ്കിലും കാർത്തികിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ കാരണം താനാണെന്നുള്ളൊരു തോന്നൽ. ആള് അവർക്ക് ടെസറാക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ആ ഒരു 2012 കാലഘട്ടത്തിലുള്ള യങ് കാർത്തികിനെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ മേ ബി ഇവരുടെ പ്രശ്നത്തിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചേക്കുമെന്ന്. തുടർന്ന്
നമ്മുടെ രമേശ് കാർത്തികിനെ തേടിയിറങ്ങി. 2012 സമയത്ത് അവൻ പഠിക്കുന്നതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ടൊരു ഡെലിവറി ജോബും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മുൻപൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൈമാറുന്ന കൂട്ടത്തിൽ കാർത്തിക് ഇക്കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതോർത്ത് നമ്മുടെ രമേശ് ഡെലിവറി ജോബ്സ് ഉള്ള പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഡെലിവറി ബോയ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അന്വേഷിച്ചു. ഇദ്ദേഹം ഇതിനു മുമ്പ് കാർത്തികിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സോ ഇവിടെ വെച്ച് ആളെ നേരിട്ട് കണ്ടാലും ഇവന് മനസ്സിലാവണമെന്നില്ല. മാക്സിമം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന കാർത്തികിനെ പറ്റിയൊക്കെ തിരക്കി. അങ്ങനെ തിരക്കുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നത് മറ്റേതെങ്കിലും കാർത്തികായിരിക്കും, നമ്മുടെ കാർത്തിക് അല്ല. രമേശ് ഒരുപാട് അന്വേഷിച്ച് അവസാനം നമ്മുടെ കാർത്തികിന്റെ കോൺടാക്ട് നമ്പർ കിട്ടി. അവനെ കോൺടാക്ട് ചെയ്തു. രമേശിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇന്നുപോലെ F1 ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് സർ, നിങ്ങൾ എന്റെ ഫ്ലാറ്റ് വരെ വരണം, അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഹലോ സർ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ എന്തിനും നിങ്ങളുടെ ഫ്ലാറ്റ് വരണം? മിസ്റ്റർ കാർത്തിക് പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ വലിയൊരു സീരിയസ് പ്രശ്നത്തിലാണ്, നിങ്ങൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. പ്ലീസ് നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരക്കൊക്കെ കഴിയുമ്പോൾ ഒന്ന് വരുമോ? രമേശ് ഇത്ര അങ്ങോട്ട് നിർബന്ധിച്ച് പറയുന്നത് കേട്ടിട്ട് ഇവനും ശരി വരാം, ജോലിയൊക്കെ കഴിഞ്ഞ് വരാമെന്ന് സമ്മതിച്ചു. 2012 കാര്യങ്ങൾ ഇവിടെ വരെയായി. എന്നാൽ 2022 ഇപ്പോഴും നമ്മുടെ കാർത്തിക്കും അവന്റെ സുഹൃത്തും രമേശിനെ തേടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ലല്ലോ. ഏതാണ്ട് 2014 വരെ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന സിമ്മിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം നമ്പർ ചേഞ്ച് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുറേ അങ്ങനെ തിരക്കി പോയപ്പോൾ അമ്പത്തൂരുള്ള ഏതോ ഒരു ഫാക്ടറിയിലാണ് രമേശ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. ഒട്ടും വൈകിയില്ല, അങ്ങോട്ട് തിരിച്ചു. ആ ഏരിയയിൽ കുറേയധികം ഫാക്ടറീസ് ഉണ്ട്. ഓരോ ഫാക്ടറിയിലും കയറി രമേശിന്റെ ഫോട്ടോ കാണിച്ച് അദ്ദേഹത്തെ അറിയാവുന്ന ഇങ്ങനെ തിരക്കുവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തൊട്ട് മുന്നിലുള്ളൊരു വണ്ടി വെട്ടിച്ചപ്പോൾ നമ്മുടെ കാർത്തിക്കിന്റെ ബൈക്ക് അതിൽ ചെന്നിടിച്ച് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ജസ്റ്റ് ഒന്ന് തെറിച്ചു വീണു എന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് ഇവർക്ക് രമേശിനെ കണ്ടുപിടിക്കാൻ സാധിക്കുവാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ അവിടെ തെറിച്ചു വീണിരുന്നു. അതിൽ രമേശിന്റെ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഇവരെ രമേശിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഫൈനലി 2012 നിന്ന് നമ്മുടെ കാർത്തികിനോടും കുടുംബത്തോടും സംസാരിച്ച രമേശിനെ ഇവർ കണ്ടെത്തി. കാർത്തിക് കാര്യങ്ങളൊക്കെ വിശദമായി അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങൾ 2012 സമയത്ത് 2022 എന്നോടാണ് സംസാരിച്ചത്, F1 ഫ്ലാറ്റ് വെച്ച്, ഓർമ്മയില്ലേ? രമേശ് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഇല്ല ഓർമ്മയില്ല, നീ എന്തൊക്കെയാടാ പറയുന്നേ? 2012 ഞങ്ങളുള്ള സമയത്ത് 2022 നിങ്ങളോട് സംസാരിച്ചെന്നോ? മനസ്സിലാവുന്നേ ഇല്ലല്ലോ. കാർത്തിക് ഒരുമാതിരിയും കൺഫ്യൂസ്ഡ് ആയി. എന്താ ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഇദ്ദേഹത്തോട് തന്നെയല്ലേ ഞങ്ങൾ സംസാരിച്ചേ? കാർത്തിക് പിന്നെയും പല കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തെ അത് ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പുള്ളിക്കാരൻ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഓർക്കുന്നേ ഇല്ല. ഇവൻ പറയണ കണക്ക് 2012 ഇദ്ദേഹം F1 ഫ്ലാറ്റിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 2022 നിന്നും ആരും ഇവരെ ഒരു തരത്തിലും കോൺടാക്ട് ചെയ്തിട്ടില്ലെന്ന്. രമേശ് ഇപ്പൊ ആകെ ഒരുമാതിരി ഡിപ്രസ്ഡ് ലൈഫാണ് ലീഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്കാരന്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല, പിന്നെ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്ന പോലെ ഒരു ഫീലും. കാർത്തികിന് വല്ലാണ്ട് ദേഷ്യം കയറി. പുള്ളിക്കാരൻ രമേശിനോട് ചൂടായി അദ്ദേഹത്തിന്റെ കോളറിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. ആൾ കൂടി ബഹളമായ സമയത്താണ് കാർത്തിക്കിന്റെ ഫ്രണ്ട് ഓടി വന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രമേശിനോടല്ല ഇവൻ സംസാരിച്ചത് എന്ന്. കാർത്തിക്കിന്റെ ഒരു ഇന്റലക്ച്വൽ ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ കാര്യങ്ങളും ടെസ്റാക്ടിന്റെ കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുത്തൊരു പുള്ളിക്കാരൻ. അങ്ങേര് പറയുന്നത് പ്രകാരം ആക്ച്വലി നമ്മുടെ ഹീറോ കോൺടാക്ട് ചെയ്തത് ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിലുള്ള രമേശിനെയാണ്, അല്ലാതെ ഇവന്റെ തന്നെ റിയാലിറ്റിയിലുള്ള രമേശിനെ അല്ല. അതായത് ഇവിടെ ടൈം ലൈൻ മാത്രമല്ല ചേഞ്ച് ആയത്, റിയാലിറ്റിയും ചേഞ്ച് ആയി. മറ്റൊരു റിയാലിറ്റിയിലുള്ള രമേശിനോടാണ് ഇവർ സംസാരിച്ചത്. ഈ രമേശിന് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇതൊരുമാതിരി വല്ലാത്ത അവസ്ഥയായല്ലോ. ഇവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇവൻ ഇത്രയും നാൾ സംസാരിച്ചത് മറ്റൊരു റിയാലിറ്റിയിലുള്ള രമേശ് ആയതുകൊണ്ട് ഒരിക്കലും ഇവൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റത്തില്ല, അത് വേറൊരു റിയാലിറ്റി അല്ലേ. ഇങ്ങനെയൊക്കെ ആയതോടെ തന്റെ ജീവിതം ആകെ കുളമായി, ഇനിയിപ്പോൾ ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവോടെ ഇവൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഈ റിയാലിറ്റിയിലെ രമേശ് ഇവന്റെ മുന്നിൽ വന്നു. കാർത്തിക് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും യുക്തിക്ക് നിൽക്കുന്നതല്ലെങ്കിലും അതൊക്കെ സത്യമാണോ എന്ന് അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചു. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊന്ന് നേരിട്ട് കാണണമെന്ന്, അതായത് ഇവരുടെ ഫ്ലാറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. തുടർന്ന് നമ്മുടെ ഹീറോ കാർത്തിക് അനുവിനെ വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവാണ്, രമേശ് സാറിനെ കണ്ടുപിടിച്ചു, അവളോടും ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും 2022 ഇവരുടെ റിയാലിറ്റിയിലെ രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും വീണ്ടും F1 ഫ്ലാറ്റിൽ വന്നു. ഇവിടെ ഭിത്തികളിലൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തതെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2022 ഈ റിയാലിറ്റിയിലെ ഈ പ്രായമായ രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും 2012 മറ്റൊരു റിയാലിറ്റിയിലുള്ള രമേശിനോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടും സംസാരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ, സ്വന്തം പാസ്റ്റ് സെൽഫിനോട് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തേനല്ലേ. ഞാനെങ്ങാണോ വീട് വിറ്റിട്ടാണെങ്കിലും ബിറ്റ്കോയിൻ വാങ്ങിച്ചു കൂട്ടാൻ പറഞ്ഞേനെ. ഇവിടെ 2022 നിന്നും രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ പാസ്റ്റ് സെൽഫിനോട് സംസാരിക്കുമ്പോൾ 2012 അവർ ഇവരെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാനുള്ള കാർത്തികിന്റെയും കുടുംബത്തിന്റെയും തന്ത്രമാണെന്നൊക്കെയാണ് ആദ്യം കരുതുന്നത്. എന്നാൽ ഇവിടെയുള്ള രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും ഒരു രഹസ്യത്തെ പറ്റി ചോദിക്കാൻ പറഞ്ഞു. അതിന് 2012 രമേശിന്റെ ഭാര്യ ഇടയ്ക്കിടെ രമേശ് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കാറുണ്ടല്ലോ, ആ സ്വപ്നം എന്താണെന്ന് ചോദിച്ചു. ഇവിടെ 2022 രമേശിന്റെ ഭാര്യ അതിന് കൃത്യമായി ഉത്തരം കൊടുക്കുന്നുണ്ട്. രമേശിന്റെ കുട്ടിക്കാലത്ത് അവൻ അവന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ആ കൂട്ടത്തിനിടയിൽപ്പെട്ട് അവൻ അവന്റെ അമ്മയെ മിസ്സായി. കുറച്ചു സമയം അമ്മ ഇവിടെ പോയെന്നറിയാതെ പയ്യൻ ആകെ അങ്ങ് പേടിച്ചു. ഏറെ ചെറുപ്പത്തിൽ രമേശ് കണ്ടൊരു സ്വപ്നമാണത്. ഇതിനുശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ രമേശിന്റെ അമ്മയെ ശരിക്കും കാണാതാവുന്നുണ്ട്. താൻ അന്ന് കണ്ട ആ ഒരു സ്വപ്നമാണ് തന്റെ അമ്മയെ കാണാതായതിന് റീസൺ എന്ന് വലിയൊരു ഗിൽറ്റ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതിൽ യുക്തിയൊന്നുമില്ല, എന്നാലും ചെറിയ കുട്ടിയല്ലേ, ജസ്റ്റ് ഒരു സ്വപ്നം റിയാലിറ്റിയെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഇപ്പൊ പോലും അദ്ദേഹത്തിന് ആ ഒരു പേടിയുണ്ട്. ഇടയ്ക്കിടെ
സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കാറുണ്ട്. ഇക്കാര്യം ഇതുവരെയും രമേശിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മാത്രമേ അറിവുള്ളായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ 2012 ഇവരുടെ പാസ്റ്റ് വേർഷനോട് പറഞ്ഞപ്പോൾ ഇവിടെ 2022 വന്നിരിക്കുന്നത് ഇവരുടെ തന്നെ ഫ്യൂച്ചർ സെൽഫാണെന്ന് അവർക്ക് മനസ്സിലായി. ഭയങ്കര ആകാംക്ഷയോടെ 2022 തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, എല്ലാം നല്ല രീതിയിൽ പോകുന്നില്ലേ, മഹി എന്ത് ചെയ്യുന്നു, അവൻ ആഗ്രഹിച്ച പോലെ പൈലറ്റൊക്കെ ആവാൻ സാധിച്ചോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇവിടെ രമേശിന്റെ അമ്മ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. രമേശും ആകെ ഒരുമാതിരി അങ്ങ് വിഷമിച്ചു. എന്താ സംഭവം എന്ന് വെച്ചാൽ മഹി ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല. 2012 മഹിക്ക് ഒരു അപകടം പറ്റി. അവന്റെ ബർത്ത്ഡേ കഴിഞ്ഞ 5ാമത്തെ ദിവസം മരത്തിൽ നിന്ന് വീണ് സീരിയസ് ആയിട്ട് ഇഞ്ചുറി പറ്റി ഹോസ്പിറ്റലിലായിരുന്നു. 2 വർഷത്തോളം കോമയിൽ കിടന്നു. ദെൻ അവൻ മരണപ്പെട്ടു. 2014 അവന്റെ മരണത്തോടെ ഇവർ രണ്ടാളും ഒത്തിരി അങ്ങ് തളർന്നുപോയി. അതുവരെ ഇവർ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മകന്റെ മരണത്തോടെ ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ശരിക്കും രണ്ടാളും ഒരു പോയിന്റ്ലെസ് ജീവിതമാണ് ലീഡ് ചെയ്തതെന്ന് പറയാം. ഇതാണെന്ന് 2014 സംഭവിച്ചത്. പലരും പറയുന്നുണ്ടായിരുന്നല്ലോ, കുറേ നാള് രമേശ് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനായി പോയി എന്നൊക്കെ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മഹിയുടെ മരണമാണ് ഇവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങ് മാറിപ്പോയത്. ഈ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഷെയർ ചെയ്ത് വരുമ്പോഴാണ് അവിടെ 2012 മഹിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ 5ാമത്തെ ദിവസമാണിന്ന്. ഇന്നാണ് മഹിക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നത്. ഇന്ന് അപകടം ഉണ്ടായാൽ അവൻ കോമയിലാവും. അവൻ പുറത്ത് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മഹിയെ കണ്ടുപിടിക്കണം, അവൻ അപകടം ഉണ്ടാവാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞു. തുടർന്ന് 2012 രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും ഓടി പുറത്ത് നിന്ന് മഹിയെ അന്വേഷിക്കുന്നു. പയ്യനാവട്ടെ പുറത്ത് അവന്റെ ടോയ് ഹെലികോപ്റ്റർ പറത്തി കളിക്കുമായിരുന്നു. അതിനിടെ കോപ്റ്റർ മരത്തിൽ കുടുങ്ങി. ഇതേസമയം നല്ല മഴയും പെയ്യുന്നുണ്ട്. മറ്റു കുട്ടികളെല്ലാം അവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ടും നമ്മുടെ മഹി മാത്രം മരത്തിൽ വലിഞ്ഞു കയറുവാണ് അവന്റെ ഹെലികോപ്റ്റർ എടുക്കാൻ. വലിഞ്ഞു കയറി മുകളിലെത്തിയതും കോപ്റ്റർ താഴേക്ക് വീണു. പയ്യനാവട്ടെ ഒരു ചെറിയ കമ്പിൽ പിടിച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്. പിടി വിട്ടുപോയാൽ അത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വീഴും. പേടി ചലറ് വിളിക്കാനും തുടങ്ങി. ഇത് കേട്ട് ഇവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. കൃത്യസമയത്ത് അവരെ കൂടാതെ നമ്മുടെ ഹീറോ 2012 ഡെലിവറി ജോലി ചെയ്യുന്ന നമ്മുടെ കാർത്തിക്കും അവിടെ എത്തുന്നുണ്ട്. മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പയ്യനെ കണ്ട് കാർത്തിക് അവനെ രക്ഷിക്കാൻ വേണ്ടി ബൈക്ക് ഓടിച്ച് അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിലും പോണ വഴിക്ക് വേറൊരു വണ്ടി വന്ന് ഇടയ്ക്ക് കയറിയെന്നേ. കാർത്തിക്കിന്റെ ബൈക്ക് ഇടിച്ചു. അവിടെയും അവർക്ക് മഹിയെ രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് മഹി ജീവനോടെ തന്നെ ഉണ്ടെന്ന് അവർ പറയുന്നത്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ മഹിയെ ഇങ്ങനെ വോളിലോട്ട് ചേർത്ത് വെച്ച് അവന് ചുറ്റും ഇങ്ങനെ വരയ്ക്കും. അത് മറ്റൊരു റിയാലിറ്റിയിലാണെങ്കിലും തങ്ങളുടെ മകനെ തങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇവർ രണ്ടാളും ഓടിച്ചെന്ന ആ ഒരു വോൾ അങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഈ റിയാലിറ്റിയിൽ ഇനി ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓവർ. മഹി ഇവിടെ മരിച്ചത് തന്നെയാണ്. എന്നാലും തങ്ങൾക്ക് തങ്ങളുടെ റിയാലിറ്റിയിൽ രക്ഷിക്കാൻ പറ്റാതെ തങ്ങളുടെ മകനെ മറ്റൊരു റിയാലിറ്റിയിൽ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഇവരുടെ സന്തോഷമുണ്ടല്ലോ. 2014 മുതൽ ഇത്രയും നാൾ ഒരുപാട് വിഷമത്തിൽ ജീവിച്ചിട്ട് ഈ ഒരു മൊമെന്റ് അവർക്കൊരു പുതുജീവൻ കൊടുത്തെന്ന് തന്നെ പറയാം. ഈ റിയാലിറ്റിയിൽ മഹി മരിച്ചതിന് ശേഷം അവന്റെ അമ്മ ആ ഒരു വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിരുന്നു. പുള്ളിക്കാരിയും വർഷങ്ങളോളം ഹോസ്പിറ്റലിലായിരുന്നു. മഹി ജീവനോടെ വരുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അവർ ജീവനോടെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിനെന്തെങ്കിലും അത്ഭുതം നടക്കണമെന്ന്. ആ പറഞ്ഞ അത്ഭുതമാണ് ഇടിമിന്നലിന്റെ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ടെസറാക്ട് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ 2012 മരത്തിൽ നിന്ന് താഴേക്ക് വീണ നമ്മുടെ മഹിയെ രക്ഷപ്പെടുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ കാർത്തിക് തന്നെ. അവന്റെ ബൈക്ക് ഒരു വണ്ടിയിൽ ഇടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ അവൻ ബൈക്കിൽ നിന്ന് തെറിച്ചുപോയി. തെറിച്ച് മഹി വീഴുന്ന അങ്ങോട്ടാണ് ചെന്നത്. അവൻ കറക്റ്റായിട്ട് മഹിയെ അവന്റെ കയ്യിൽ പിടിച്ച് അങ്ങനെ പയ്യനെ രക്ഷപ്പെടുത്തി. പിന്നെ ഇവിടെ നമ്മുടെ കാർത്തികിനെ ഇടിച്ച് ഇതേ വാഹനം തന്നെയാണ് 2022 നമ്മുടെ കാർത്തികൊക്കെ രമേശിനെ കണ്ടുപിടിക്കാൻ പോയപ്പോഴും ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. വാഹനത്തിന് പുറകിൽ എല്ലാ അർത്ഥത്തിലും മാച്ച് ആവുന്ന ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ടൈം ഈസ് പ്രഷ്യസ്. ആൻഡ് ഫൈനലി നമ്മുടെ ഹീറോയിനും അവരുടെ വീട് നമ്മുടെ രമേശിന് തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് 2022 പ്രായമായ രമേശിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും. കാരണം എല്ലാ അർത്ഥത്തിലും ഇവരാണ് ഈ വീട്ടിൽ ജീവിക്കേണ്ടത്. അത് ഇവർക്ക് അർഹതപ്പെട്ട വീടാണെന്ന്. ഇവരും ഹാപ്പി, മറ്റൊരു റിയാലിറ്റിയിലുള്ള ഇവരും ഹാപ്പി എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുകയാണ്. സ്ഥിരം പറയാനുള്ള പല്ലവിയൊക്കെ തന്നെ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ തരത്തിലുള്ള ജപജവാസം കമന്റ് ചെയ്ത് അറിയിക്കാം. ഇതുപോലുള്ള കൂടുതൽ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.